കുറച്ച് നാൾ മുമ്പ് നമ്മൾ ഈ ഒരു പമ്പിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് സോബോ ബ്രാൻഡിന് കീഴിൽ വരുന്ന WP280 എന്ന് പറയുന്ന ഒരു ചെറിയ സബ്മേഴ്സിബിൾ പമ്പാണ്. മുമ്പ് നമ്മൾ ചെയ്ത വീഡിയോ ഒരു അൺബോക്സിംഗ് വീഡിയോ എന്ന് വേണമെങ്കിൽ പറയാം. അതിൻ്റെ ടെസ്റ്റിംഗ് ഒന്നും നമ്മൾ ആ വീഡിയോയിൽ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ജസ്റ്റ് ഈ ഒരു ബോക്സും പിന്നെ നമ്മളത് ഓപ്പൺ ചെയ്ത് കാണിക്കുക മാത്രമാണ് ചെയ്തത്. ഓപ്പൺ ചെയ്ത് നമ്മൾ ആ പമ്പ് കാണിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഒരു വീഡിയോയിൽ. പക്ഷേ ആ ഒരു പമ്പ് നമ്മൾ ലൈവായിട്ട് ടെസ്റ്റ് ചെയ്ത് കാണിക്കുക അല്ലെങ്കിൽ അതിൻ്റെ പ്രവർത്തനം വർക്കിംഗ് നമ്മൾ കാണിക്കുകയൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഈ അടുത്ത് ആ ഒരു വീഡിയോയുടെ കമൻറ്റിൽ ഇതിൻ്റെ വർക്കിംഗ് ഒന്ന് കാണിക്കുമെന്ന് പറഞ്ഞിട്ട് ഒരു കമൻറ്റ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഈ ഒരു പമ്പിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഇത് ലൈവായിട്ട് നമ്മൾ ടെസ്റ്റ് ചെയ്ത് കാണിക്കുന്നുണ്ട്. സോബോ ബ്രാൻഡിന് കീഴിൽ വരുന്ന ഏറ്റവും ചെറിയ സബ്മേഴ്സിബിൾ പമ്പാണ് ഈ ഒരു WP280 എന്ന് പറയുന്നത്. വെറും 5 വാട്ടാണ് ഇതിൻ്റെ പവർ കൺസംഷൻ എന്ന് പറയുന്നത്. ഇത് വളരെ ചെറിയൊരു പമ്പാണ്. നമ്മുടെ കൈവെള്ളയിൽ വെക്കാവുന്ന അത്രയും ചെറിയൊരു പമ്പാണ്. ഈ പമ്പ് ഏറ്റവും കൂടുതലായിട്ട് സ്യൂട്ടബിൾ ആയിട്ട് വരുന്നത് അക്വേറിയങ്ങളിൽ തന്നെയാണ്. പിന്നെ ചെറിയ കണ്ടെയ്നറുകളിൽ അല്ലെങ്കിൽ ക്രേറ്റുകളിൽ, അത് തീരെ ചെറിയതല്ല നമ്മൾ പറയുന്നത്, അത്യാവശ്യം വലിപ്പമുള്ള പ്ലാസ്റ്റിക് ക്രേറ്റുകളിലെ ടബുകളിലൊക്കെ നമുക്കിത് അറ്റാച്ച് ചെയ്ത് വെച്ച് യൂസ് ചെയ്യാം. ഇത്തരത്തിലുള്ള സബ്മേഴ്സിബിൾ പമ്പുകൾ മൾട്ടി പർപ്പസ് ആണ്. അതായത് വെള്ളം പമ്പ് ചെയ്യുകയാണ് ഇതിൻ്റെ പ്രൈമറി പർപ്പസ് എങ്കിലും ഇതുപയോഗിച്ച് നമുക്ക് എയറേഷൻ കൊടുക്കാൻ പറ്റും, ഫൗണ്ടൻ സെറ്റ് ചെയ്യാൻ പറ്റും, ഫിൽട്രേഷൻ സെറ്റ് ചെയ്യാൻ പറ്റും, കുറേ കാര്യങ്ങളുണ്ട്. ഇനി നമുക്ക് ഈ പമ്പിൻ്റെ ഫീച്ചേഴ്സ് ഒന്ന് നോക്കാം. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ഇത് 5 വാട്ടിൻ്റെ ഒരു മിനി പമ്പാണ്. ഇതിൻ്റെ H-max എന്ന് എഴുതിയിരിക്കുന്നത് മാക്സിമം ലിഫ്റ്റിംഗ് ഹൈറ്റ് ആണ്. 0.6 മീറ്റേഴ്സ് എന്നാണ് എഴുതിയിരിക്കുന്നത്, അതായത് 60 സെൻറ്റിമീറ്റർ. F.max എന്ന് എഴുതിയിരിക്കുന്നത് മാക്സിമം ഫ്ലോ റേറ്റ് ആണ്. അത് 300 ലിറ്റേഴ്സ് പെർ അവർ എന്നാണ് എഴുതിയിട്ടുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തീരെ ചെറിയ അക്വേറിയങ്ങൾ, അതായത് നിങ്ങൾ അക്വേറിയം ഷോപ്പുകളിലൊക്കെ കണ്ടിട്ടുണ്ടാകും ക്യൂബ് അക്വേറിയങ്ങൾ, അല്ലെങ്കിൽ തീരെ ചെറിയ അക്വേറിയങ്ങൾ, ഷെൽഫിലൊക്കെ വെക്കാൻ പറ്റിയ ചെറിയ അക്വേറിയങ്ങൾ. അത്തരം അക്വേറിയങ്ങളിലൊന്നും ഇത് സ്യൂട്ടബിൾ അല്ല. ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു അക്വേറിയം സൈസ് എന്ന് പറയുന്നത് ഒരു 2 അടി നീളവും 1 അടി വീതിയും 1.5 അടി ഹൈറ്റും ഉള്ള ആ ഒരു സൈസുള്ള അക്വേറിയങ്ങളിലൊക്കെ ഇത് നല്ല രീതിയിൽ തന്നെ സ്യൂട്ടബിൾ ആണ്. ഞാൻ ഈ സൈസ് പറഞ്ഞപ്പോൾ തന്നെ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടി കാണാം അക്വേറിയത്തിൻ്റെ സൈസ് എത്ര വേണമെന്നുള്ളത്. അപ്പോൾ അതേ നമ്മൾ പമ്പ് എടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ട്. ഇതാണ് അതിൻ്റെ ഷേപ്പ് എന്ന് പറയുന്നത്. തീരെ ചെറിയൊരു പമ്പാണ്. നമ്മുടെ കൈവെള്ളയിൽ പിടിച്ചു കഴിഞ്ഞാൽ തീരെ ഒരു കുഞ്ഞൻ പമ്പാണ്. എന്നാൽ ഇതിൻ്റെ പെർഫോമൻസ് എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല പെർഫോമൻസ് ആണ്. നമ്മൾ മുമ്പ് ഇത് ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. മുകളിൽ കാണുന്ന ആ ഒരു വാൽവാണ് വെള്ളം പുഷ് ചെയ്യുന്ന വാൽവ്. സൈഡിൽ കാണുന്ന ആ ഒരു വാൽവാണ് എയറേഷൻ്റെ ഹോസ് കണക്ട് ചെയ്യേണ്ട വാൽവ്. ഫ്രണ്ടിൽ കാണുന്ന ആ ഒരു ഗ്രില്ല് വഴിയാണ് വെള്ളം അകത്തേക്ക് കിടക്കുന്നത്, എന്നിട്ടാണ് മുകളിലേക്ക് പുഷ് ചെയ്ത് വരുന്നത്. ഈ ഒരു പമ്പിൻ്റെ ബിൽഡ് ക്വാളിറ്റി എന്ന് പറയുന്നത് ടോപ്പ് ക്വാളിറ്റി തന്നെയാണ്. ബോഡി ആണെങ്കിലും വയർ ആണെന്നുണ്ടെങ്കിലും പ്ലഗ് ആണെന്നുണ്ടെങ്കിലും എല്ലാം. ഈ കാണുന്നതാണ് ഫ്രണ്ടിലെ ഗ്രില്ല് അല്ലെങ്കിൽ ഫിൽറ്റർ. അതായത് അക്വേറിയത്തിലോ അല്ലെങ്കിൽ ഫിഷ് ടാങ്കിലൊക്കെ എന്തെങ്കിലും വേസ്റ്റോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അത് തടഞ്ഞിരിക്കാൻ വേണ്ടിയിട്ടാണ് ആ ഒരു ഫിൽറ്റർ വെച്ചിട്ടുള്ളത്. അത് ഓപ്പൺ ചെയ്ത് നമുക്ക് ക്ലീൻ ചെയ്യാൻ പറ്റും. ഈ കാണുന്നത് 4 സക്ഷൻ കപ്പുകളാണ്. നമുക്ക് ഫിഷ് ടാങ്കിൻ്റെ സൈഡിൽ ഇത് സ്റ്റിക്ക് ചെയ്ത് വെക്കാനായിട്ട് പറ്റും. അത്യാവശ്യം നല്ല സക്ഷനുള്ള സക്ഷൻ കപ്പുകളാണ്. സ്റ്റിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നല്ല സ്ട്രോങ് ആയിട്ടാണ് ഇത് ഒട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ഫ്രണ്ടിലേക്ക് പിടിച്ച് വലിക്കൊന്നും ചെയ്യരുത്. സൈഡിലേക്ക് സ്ലൈഡ് ചെയ്തിട്ട് വേണം അത് ഊരിയെടുക്കാനായിട്ട്. അല്ലെങ്കിൽ ഈ സക്ഷൻ കപ്പുകൾ ഡാമേജ് ആവാനായിട്ട് മെയിനായിട്ടും കീറാനുള്ളൊരു സാധ്യതയുണ്ട്. കീറി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്കിത് ഒട്ടിച്ച് വെക്കാനായിട്ട് സാധിക്കില്ല. ഈ ഒരു പമ്പിൻ്റെ സൈസ് കണ്ടില്ലേ, വളരെ ചെറിയൊരു പമ്പാണ്. അത്യാവശ്യം വെയിറ്റും വരുന്നുണ്ട് നമ്മൾ കയ്യിൽ പിടിക്കുന്ന സമയത്ത്. പിന്നെ ഞാൻ നേരത്തെ പറയാൻ വിട്ടുപോയൊരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ അക്വേറിയങ്ങളൊക്കെ വെക്കുന്ന സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞു എയറേഷന് വേണ്ടി യൂസ് ചെയ്യാം, ഫൗണ്ടൻ സെറ്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യാം, ഫിൽട്രേഷന് വേണ്ടി യൂസ് ചെയ്യാം, പിന്നെ അക്വേറിയത്തിൽ നിന്ന് വെള്ളം പുറത്തേക്ക് പമ്പ് ചെയ്ത് കളയാനായിട്ട് നമുക്ക് ഈ ഒരു പമ്പ് യൂസ് ചെയ്യാനായിട്ട് പറ്റും. അങ്ങനെ 4 ഫംഗ്ഷൻസ് ഉണ്ട്. ഈ ഒരു പമ്പ് ചെറുതായതുകൊണ്ട് ഈ പമ്പിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു ഹോസ് അവൈലബിൾ ആണോ എന്ന് എനിക്കറിയില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് വെള്ളം അക്വേറിയത്തിൽ നിന്ന് പുറത്തേക്ക് പമ്പ് ചെയ്ത് കളയുമ്പോൾ ഈ ഒരു പമ്പ് യൂസ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. കാരണം അതിനൊരു ഹോസ് അത്യാവശ്യമാണ്. അപ്പോൾ ഈ ഒരു പമ്പിൻ്റെ ആ ഒരു വെള്ളം പുഷ് ചെയ്യുന്ന ഔട്ട്ലെറ്റിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഹോസ് അവൈലബിൾ ആണോ എന്ന് എനിക്കറിയില്ല. പിന്നെ ഈ കാണുന്നതാണ് ഇതിൻ്റെ പ്ലഗും വയറും കാര്യങ്ങളൊക്കെ. നിങ്ങൾക്ക് നോക്കിയാൽ കാണാം നല്ല കട്ടിയുള്ള വയറാണ്, വെൽ ഇൻസുലേറ്റഡ് ആണ്. നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു ഇതിൻ്റെ ബിൽഡ് ക്വാളിറ്റി എന്ന് പറയുന്നത് ടോപ്പ് ക്വാളിറ്റിയാണ്. ഈ ഒരു സോബോ എന്ന് പറയുന്ന ബ്രാൻഡ് മാത്രമല്ല ബോയോ, സൺസൺ, വീനസക്കോ ഇത്തരം ബ്രാൻഡുകളെല്ലാം ഇതുപോലുള്ള പ്രൊഡക്ട്സ് റിലീസ് ചെയ്യുന്നുണ്ട്. ഇവരുടെ എല്ലാ പ്രൊഡക്ട്സിൻ്റെയും ക്വാളിറ്റി ടോപ്പ് ക്വാളിറ്റിയാണ്. നമ്മൾ മുമ്പ് ജനറൽ പർപ്പസിന് വേണ്ടിയിട്ടുള്ള സബ്മേഴ്സിബിൾ പമ്പുകളൊക്കെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ ക്വാളിറ്റി നോർമൽ ക്വാളിറ്റിയാണ്. ഇവരുടെ ക്വാളിറ്റി അവരെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ടോപ്പ് ക്വാളിറ്റി തന്നെയാണ്. ഇതാണ് എയറേഷന് വേണ്ടി നമ്മൾ കണക്ട് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഹോസ് എന്ന് പറയുന്നത്. ഇതിൻ്റെ ടോപ്പിലൊരു ചെറിയ ഹോളുണ്ട്. നമുക്ക് അഡീഷണൽ എയർ വേണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഇതിൻ്റെ ക്യാപ്പ് നമുക്ക് തുറന്നു വയ്ക്കാം. അതെന്നുണ്ടെങ്കിൽ ഈ ഒരു ബ്ലാക്ക് സംഭവം നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് തന്നെ ഈ ഒരു ഹോസിൽ നിന്ന് ഊരി മാറ്റി ജസ്റ്റ് ഓപ്പൺ ആക്കി തന്നെ വെക്കാം. അതായത് ഈ ഒരു ബ്ലാക്ക് നോബ് ഉണ്ടല്ലോ, ഈ ഒരു അവർക്ക് ഫ്രണ്ടിൽ ഘടിപ്പിച്ചിരിക്കുന്ന ഈ ഒരു സംഭവം, ഇത് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ആ ഒരു ഹോസിൽ നിന്ന് ഡിസ്കണക്ട് ചെയ്തിട്ട് ഓപ്പൺ ആക്കി വെക്കാം. അപ്പോൾ ഇനി നമ്മൾ എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ജസ്റ്റ് ആ ഒരു എയറേഷൻ്റെ ഹോസ് കണക്ട് ചെയ്തിട്ടുണ്ട്. ആ സൈഡിലേക്ക് കാണുന്ന വാൽവിലാണ് ഇത് കണക്ട് ചെയ്യേണ്ടതെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലേക്ക് കണക്ട് ചെയ്ത് ഇങ്ങനെയാണ് അതിൻ്റെ സെറ്റപ്പ് വരുന്നത്. ഇത് ജസ്റ്റ് നമ്മൾ അക്വേറിയത്തിൻ്റെ സൈഡിലേക്ക് സ്റ്റിക്ക് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. പിന്നെ ഇതിൻ്റെ വയറിൻ്റെ ലെങ്ത്ത് വരുന്നത് 1 മീറ്ററാണ്. 1 മീറ്റർ എന്ന് പറയുമ്പോൾ അത്യാവശ്യം
നല്ല നീളം വരുന്നുണ്ട്. ഈ ഒരു സബ്മേഴ്സിബിൾ പമ്പുകൾ എപ്പോഴും നമ്മൾ വെള്ളത്തിൽ സബ്മർജ് ചെയ്ത് വെക്കുമ്പോൾ വെള്ളത്തിൻ്റെ ആ ഒരു ലെവലിനോട് ചേർത്താണ് വെക്കാറുള്ളത്. അങ്ങനെ വെക്കുമ്പോൾ നമുക്ക് ആവശ്യത്തിന് ലെങ്ത്ത് തന്നെ ഈ ഒരു വയറിന് കിട്ടാറുണ്ട്. അതുകൊണ്ട് എവിടേക്ക് വേണമെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും എക്സ്റ്റൻഷൻ ബോർഡിലേക്കോ അല്ലെങ്കിൽ ചുമരിൽ ഉള്ള പ്ലഗ് പോയിൻറ്റുകളിലേക്കൊക്കെ ആവശ്യത്തിന് എത്താവുന്ന നീളം തന്നെ ഇതിൻ്റെ വയറിനുണ്ട്. പിന്നെ ഞാനിപ്പോൾ കാണിക്കുന്നത് ഇതിൻ്റെ സക്ഷൻ്റെ പവറാണ്. കണ്ടില്ലേ, നമ്മൾ ഏതെങ്കിലും ഒരു സർഫസിൽ ഇത് സ്റ്റിക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് നല്ല സ്ട്രോങ് ആയിട്ടാണ് ഒട്ടിയിരിക്കുന്നത്. അത് വലിച്ചെടുക്കാൻ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഒരിക്കലും നമ്മളിങ്ങനെ പിടിച്ച് ബാക്കിലോട്ട് വലിച്ചിങ്ങനെ എടുക്കരുത്. അത് സൈഡിലേക്ക് ഒന്ന് സ്ലൈഡ് ചെയ്തിട്ട് വേണം എടുക്കാനായിട്ട്. അങ്ങനെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ സക്ഷൻ കപ്പുകൾക്ക് ഡാമേജ് ഒന്നും വരില്ല. ഇത്തരത്തിലുള്ള പമ്പുകൾ നമ്മൾ കെയർഫുള്ളായിട്ട് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറേ നാൾ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും, ഡാമേജ് ഒന്നും കൂടാതെ തന്നെ. അപ്പോൾ നമ്മളിത് കണക്ഷൻ കൊടുത്ത് ഓണാക്കി ഇട്ടിട്ടുണ്ട്. ആ കണ്ടെയ്നറിൻ്റെ സൈഡിലാണ് നമ്മൾ ഈ ഒരു പമ്പ് ഫിക്സ് ചെയ്തിട്ടുള്ളത്. വെള്ളത്തിൻ്റെ ലെവലുണ്ടല്ലോ, ടോപ്പ് ലെവൽ, ആ ടോപ്പ് ലെവലിനോട് ചേർത്ത് തന്നെയാണ് നമ്മളത് ഫിക്സ് ചെയ്തിട്ടുള്ളത്. അക്വേറിയങ്ങളിൽ ഫിഷ് ടാങ്കുകളിലൊക്കെ സെറ്റ് ചെയ്യുമ്പോൾ ഇങ്ങനെ തന്നെയാണ് ഫിക്സ് ചെയ്യേണ്ടത്. നമ്മൾ താഴേക്കൊന്നും ഇറക്കി വെക്കരുത് വല്ലാതെ. അതായത് അക്വേറിയത്തിൻ്റെ അടിഭാഗത്തേക്ക് അല്ലെങ്കിൽ ഒരു മധ്യഭാഗത്തേക്കൊന്നും ഇറക്കി വെക്കാതിരിക്കുന്നതാണ് നല്ലത്. കാരണം കൂടുതൽ മീനുകളുള്ള ഏരിയയാണ്. അതുപോലെ സബ്സ്ട്രേറ്റ്, അതായത് വെള്ളത്തിലുള്ള ഗ്രാവല്, മണൽ, അത്തരം സംഭവങ്ങളൊക്കെ വരുന്ന അടിഭാഗത്താണ്. പിന്നെ ഒരു മധ്യഭാഗത്തൊക്കെ ആയിട്ടായിരിക്കും കുറേ ചെടികളും കാര്യങ്ങളൊക്കെ നിൽക്കുന്നത്. അതുപോലെ മീനുകളും കൂടുതലും അടിഭാഗത്തും മധ്യഭാഗത്തൊക്കെ ആയിരിക്കും നിൽക്കുന്നത്. അപ്പോൾ വല്ലാതെ ഡിസ്റ്റർബൻസ് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് എപ്പോഴും ഈ പമ്പ് നമ്മൾ ഫിഷ് ടാങ്കുകളിൽ അല്ലെങ്കിൽ അക്വേറിയങ്ങളിൽ സെറ്റ് ചെയ്യുമ്പോൾ വെള്ളത്തിൻ്റെ ടോപ്പ് ലെവലിനോട് ചേർത്ത് വെക്കണമെന്ന് പറയുന്നത്. കണ്ടില്ലേ, അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വെള്ളം പുറത്തേക്ക് പുഷ് ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമ്മൾ എയറേഷൻ്റെ ഹോസ് പുറത്തേക്ക് കണക്ട് ചെയ്ത് ഇട്ടിട്ടുണ്ട്. അതുകൊണ്ട് വെള്ളത്തോടൊപ്പം തന്നെ എയർ ബബിൾസ് മിക്സ് ആയിട്ടാണ് വരുന്നത്. ഇങ്ങനെ എയർ ബബിൾസ് മിക്സായി വരുമ്പോൾ പുറത്തേക്ക് വരുന്ന വെള്ളത്തിൻ്റെ പ്രഷർ കുറച്ച് കുറയാറുണ്ട്. ഉദാഹരണത്തിന് ഇങ്ങനെ നമ്മൾ ഇപ്പോൾ കാണുന്ന ആ ഒരു വെള്ളത്തിൻ്റെ പ്രഷറല്ല നമ്മൾ ഈ ഒരു എയറേഷൻ്റെ ഹോസ് ഡിസ്കണക്ട് ചെയ്തിട്ട് പ്രവർത്തിപ്പിക്കുമ്പോൾ. അങ്ങനെ വരുമ്പോൾ വെള്ളം മാത്രമായിട്ടായിരിക്കും പുഷ് ചെയ്യുന്നത്. ആ സമയത്ത് വെള്ളത്തിൻ്റെ പ്രഷർ കൂടുതലാണ്. ഇങ്ങനെ നമ്മൾ എയറേഷൻ്റെ ഹോസ് കണക്ട് ചെയ്യുമ്പോൾ എയർ ചെറിയ രീതിയിൽ ഈ ഒരു പമ്പിൻ്റെ പ്രഷറിനെ ബാധിക്കുന്നുണ്ട്. അങ്ങനെ വരുന്നതിൽ ഒരിക്കലും തെറ്റില്ല. കാരണം ഇങ്ങനെ എയറേഷൻ മിക്സ് ചെയ്ത് വരുമ്പോൾ വെള്ളത്തിൻ്റെ പ്രഷർ കുറഞ്ഞ് വരുന്നത് തന്നെയാണ് നല്ലത്. കാരണം മീനുകളൊക്കെ ഉള്ള ടാങ്കുകളാണെന്നുണ്ടെങ്കിൽ മീനുകൾക്ക് ഡിസ്റ്റർബൻസ് ഉണ്ടാവാൻ പാടില്ല. അതായത് ഇതിൻ്റെ വേവ്സിൽ പെട്ടിട്ട് അവർക്ക് അപകടങ്ങളൊന്നും ഉണ്ടാവാൻ പാടില്ല. സാധാരണ മീനുകൾ ഇത്തരത്തിലുള്ള പമ്പുകളുടെ വേവ്സ് വരുമ്പോൾ അതിൽ പെട്ട്, പ്രത്യേകിച്ച് ഗപ്പികൾ പോലുള്ള മീനുകൾക്കൊക്കെ പെട്ടെന്ന് തന്നെ അവർ ടയേർഡ് ആവാറുണ്ട്. ഇതിൻ്റെ വേവ്സിലൊക്കെ പെട്ട് അല്ലെങ്കിൽ ഓളങ്ങളിലൊക്കെ പെട്ടിട്ട് അവർ പെട്ടെന്ന് തന്നെ ടയേർഡാവും. ടയേർഡായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവർക്ക് സ്ട്രെസ്സ് വരും, പിന്നെ അത് അസുഖത്തിലേക്കൊക്കെ ചെന്ന് എത്താറുണ്ട്. അതുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സബ്മേഴ്സിബിൾ പമ്പുകൾ നമ്മൾ ഫിഷ് ടാങ്കിൽ യൂസ് ചെയ്യുമ്പോൾ എപ്പോഴും അതിൻ്റെ സൈസ് നോക്കി വേണം നമ്മൾ വാങ്ങാനായിട്ട്. അക്വേറിയത്തിൻ്റെ സൈസ് അനുസരിച്ച് വേണം നമ്മൾ സബ്മേഴ്സിബിൾ പമ്പുകളും ചൂസ് ചെയ്യാനായിട്ട്. 5 വാട്ട്, 10 വാട്ട്, 15 വാട്ട്, 12 വാട്ട്, അങ്ങനെ പലതരത്തിലുള്ള വാട്ടേജിൽ പമ്പുകൾ വരുന്നുണ്ട്. വാട്ടേജ് കൂടുന്നതിനനുസരിച്ച് വെള്ളം പുഷ് ചെയ്യുന്നതിൻ്റെ പവറും കൂടുതലായിരിക്കും. അപ്പോൾ കൂടുതൽ വാട്ടേജുള്ള പമ്പുകളാണെന്നുണ്ടെങ്കിൽ വലിയ അക്വേറിയങ്ങളിലാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. ചെറിയ അക്വേറിയങ്ങളിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള 5 വാട്ടിൻ്റെ പമ്പ് യൂസ് ചെയ്യുന്നതാണ് നല്ലത്. ഇത് ഉപയോഗിച്ച് നമുക്ക് ഇത്തരത്തിൽ എയറേഷൻ കൊടുക്കാം, ഫൗണ്ടൻ സെറ്റപ്പുകൾ ചെയ്യാം. ഫൗണ്ടൻ സെറ്റപ്പ് ചെയ്യാനായിട്ട് നമുക്ക് അഡീഷണലായിട്ട് ഹോസ് ഉപയോഗിച്ച് ചെയ്യാം. അല്ലെങ്കിൽ ഈ ഒരു വാൽവിൽ നിന്ന് നമുക്ക് ചെറിയ PVC പൈപ്പുകളും ജോയിൻറ്റുകളും കണക്ട് ചെയ്തിട്ട് ഫൗണ്ടൻ സെറ്റപ്പ് ഉണ്ടാക്കാം. പിന്നെ ഫിൽട്രേഷൻ സെറ്റപ്പ്, അതായത് വെള്ളത്തിൽ നിന്ന് ഈ അക്വേറിയത്തിൽ അല്ലെങ്കിൽ ഫിഷ് ടാങ്കിലെ വെള്ളം നമ്മുടെ ഫിൽട്രേഷൻ കണ്ടെയ്നറിലേക്ക് പോകുന്ന ഒരു രീതി, എന്നിട്ട് അതിൽ നിന്ന് വെള്ളം ഫിൽട്ടർ ചെയ്ത് തിരിച്ച് അക്വേറിയത്തിലേക്ക് തന്നെ വീഴുന്ന സംവിധാനം, അത്തരത്തിലുള്ള സംവിധാനങ്ങൾ സെറ്റ് ചെയ്യാനും ഇത്തരത്തിലുള്ള സബ്മേഴ്സിബിൾ പമ്പുകൾ ധാരാളമായിട്ട് തന്നെ ഫിഷ് ടാങ്കുകളിൽ അല്ലെങ്കിൽ അക്വേറിയങ്ങളിൽ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ചെറിയ അക്വേറിയങ്ങളിലൊക്കെ നിങ്ങൾക്ക് എയറേഷൻ കൊടുക്കാനും അതുപോലെ ഫിൽട്രേഷൻ സെറ്റ് ചെയ്യാനും ഫൗണ്ടൻ സെറ്റ് ചെയ്യാനൊക്കെ ഈ പമ്പ് യൂസ് ചെയ്യാവുന്നതാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വെള്ളം പമ്പ് ചെയ്ത് അക്വേറിയത്തിൽ നിന്ന് പുറത്തേക്ക് കളയാനും യൂസ് ചെയ്യാം. പക്ഷേ ഈ ഒരു പമ്പിൻ്റെ വാൽവിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഹോസ് അവൈലബിൾ ആണെന്ന് എനിക്കറിയില്ല. അവൈലബിൾ ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വെള്ളം പുറത്തേക്ക് പമ്പ് ചെയ്ത് കളയാനും ഈ ഒരു ചെറിയ പമ്പ് യൂസ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ നമ്മൾ കണ്ടില്ല, ഈ ഒരു പമ്പ് ബോട്ടത്തിലാണ് സ്റ്റിക്ക് ചെയ്ത് വെച്ചിട്ടുള്ളത്. നേരെ മുകളിലേക്കാണ് വെള്ളം പമ്പ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എയറേഷൻ കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ബബിൾസും കൂടി മിക്സ് ആയിട്ടാണ് വെള്ളം പുറത്തേക്ക് മുകളിലേക്ക് പുഷ് ചെയ്യുന്നത്. അത്യാവശ്യം നല്ല പ്രഷറിൽ തന്നെ മുകളിലേക്ക് പുഷ് ചെയ്യുന്നുണ്ട്. നമ്മൾ ആ ഒരു എയറേഷൻ്റെ ഹോസ് ഡിസ്കണക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി പ്രഷർ കൂടുതലായിരിക്കും. സാധാരണ ഫിഷ് ടാങ്കുകളിൽ സൈഡിലാണ് ഇത് സ്റ്റിക്ക് ചെയ്ത് ഫിക്സ് ചെയ്ത് വെക്കാറുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞു, ഇങ്ങനെ ബോട്ടത്തിൽ ഫിക്സ് ചെയ്ത് വെക്കാറില്ല. ഇത് ഞാൻ ജസ്റ്റ് അതിൻ്റെ ആ ഒരു ഫംഗ്ഷൻ കാണിക്കാൻ വേണ്ടിയിട്ട് മാത്രം നമ്മൾ ചെയ്യുന്നതാണ്. ഇനി നമ്മൾ എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു പമ്പിൻ്റെ എയറേഷൻ നമ്മൾ എടുത്ത് മാറ്റിയിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ജസ്റ്റ് ഇതിൻ്റെ ഒരു ലിഫ്റ്റിംഗ് ഒന്ന് ചെക്ക് ചെയ്യാൻ പോവുകയാണ്. ലിഫ്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ജസ്റ്റ് കൈ പിടിച്ചിട്ട് ഇതിൻ്റെ മാക്സിമം വെള്ളം പുറത്തേക്ക് എത്രത്തോളം പുഷ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് നമ്മളൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുകയാണ്. ഇപ്പോൾ കണ്ടില്ലേ, നമ്മൾ ഓൺ ചെയ്തിട്ടുണ്ട്, പമ്പ് വർക്ക് ചെയ്യുന്നുണ്ട്. എയറേഷൻ ഡിസ്കണക്ട് ചെയ്യുന്നതുകൊണ്ടാണ് നിങ്ങൾക്ക് കാണാൻ പറ്റാത്തത്. കണ്ടില്ലേ, വെള്ളം പമ്പ് ചെയ്യുന്നുണ്ട്. ഇനി നമ്മൾ ജസ്റ്റ് ഒന്ന് നമ്മുടെ വെള്ളത്തിൻ്റെ മുകളിലേക്കൊന്ന് കൊണ്ടുവന്നിട്ട് എത്രത്തോളം മുകളിലേക്ക് ഇത് വെള്ളത്തിൻ്റെ സർഫസിലേക്ക് കൂടുതൽ കൊണ്ടുവരും തോറും മുകളിലേക്കുള്ള ആ ഒരു പ്രഷർ കൂടുതലായിരിക്കും. കണ്ടില്ലേ,
നമ്മൾ വെള്ളത്തിൻ്റെ സർഫസിലേക്ക് കൂടുതൽ കൊണ്ടുവരുമ്പോൾ അത് മാക്സിമം ഹൈറ്റിൽ തന്നെ പുഷ് ചെയ്യുന്നുണ്ട്. താഴേക്ക് നമ്മൾ കൊണ്ടുപോകും തോറും അതിൻ്റെ പ്രഷർ കുറയും. അപ്പോൾ ഫൗണ്ടനൊക്കെ സെറ്റ് ചെയ്യുന്ന സമയത്ത് ഇതേ രീതിയിൽ നമുക്ക് വേണമെങ്കിൽ ഫൗണ്ടൻ സെറ്റ് ചെയ്യാം. ഇതേപോലെ നമുക്കിങ്ങനെ വെള്ളച്ചാട്ടം വീഴുന്ന രീതിയിൽ ഫൗണ്ടൻ സെറ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ നമ്മളത് വെള്ളത്തിൻ്റെ ആ ഒരു സർഫസിനോട് ചേർത്ത് വേണം സെറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ അത് കുറച്ച് ഡിഫിക്കൽട്ടാണ്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് സൈഡിൽ തന്നെ ഫിക്സ് ചെയ്തിട്ട് അഡീഷണൽ ആയിട്ട് നമ്മൾ ഹോസോ അല്ലെങ്കിൽ PVC പൈപ്പിൻ്റെ കണക്ഷൻസോ ജോയിൻസോ യൂസ് ചെയ്തിട്ട് നമ്മൾ ഫൗണ്ടൻ സെറ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇത്തരത്തിൽ നമ്മൾ എയറേഷൻ കൊടുക്കുന്ന സമയത്ത് വെള്ളത്തിൽ ബബിൾസ് വരുന്നത്, അതുപോലെ ഫൗണ്ടൻ സെറ്റ് ചെയ്യുന്ന സമയത്ത് വെള്ളച്ചാട്ടം വരുന്നതൊക്കെ മീനുകൾക്ക് വളരെ എൻ്റർടൈനിങ് ആണ്. അവരെ നല്ല രീതിയിൽ എൻഗേജ് ചെയ്ത് നിർത്താനായിട്ട് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ സഹായിക്കാറുണ്ട്. ഈ ഒരു പമ്പിൻ്റെ ആ ഒരു പ്രഷർ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. ചെറിയൊരു പമ്പാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഇത് വെള്ളം പുഷ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് ഉപയോഗിച്ച് എന്തൊക്കെ ചെയ്യാമെന്നുള്ളത് ഞാൻ ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്യാം. ഫിഷ് ടാങ്കിലെ വെള്ളം പുറത്തേക്ക് അടിച്ച് കളയാനായിട്ട് നമുക്കിത് യൂസ് ചെയ്യാം. പിന്നെ വെള്ളത്തിനകത്ത് എയറേഷൻ കൊടുക്കാനായിട്ട് എയറേഷൻ്റെ ഹോസ് കണക്ട് ചെയ്ത് വെള്ളത്തിലേക്ക് എയറേഷൻ കൊടുക്കാനായിട്ട് നമുക്കിത് യൂസ് ചെയ്യാം. പിന്നെ ഇത് ഉപയോഗിച്ച് തന്നെ നമുക്ക് വെള്ളത്തിൽ ഫൗണ്ടൻ സെറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം മെജോറിറ്റി ആൾക്കാർ യൂസ് ചെയ്യുന്നത് ഫിൽട്രേഷൻ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ചെറിയ അക്വേറിയങ്ങളിലൊക്കെ ഫിൽട്രേഷൻ സെറ്റപ്പ് ഉണ്ടാക്കിയിട്ട് ഫിൽട്രേഷൻ സെറ്റ് ചെയ്യാനായിട്ട് നമുക്ക് ഇത്തരത്തിലുള്ള സബ്മേഴ്സിബിൾ പമ്പുകൾ യൂസ് ചെയ്യാം. ശ്രദ്ധിക്കേണ്ട ഒരു മെയിൻ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അക്വേറിയത്തിൻ്റെ സൈസ് അനുസരിച്ചായിരിക്കണം നമ്മൾ എപ്പോഴും സബ്മേഴ്സിബിൾ പമ്പുകൾ ചൂസ് ചെയ്യേണ്ടത്. കാരണം ഓരോ വാട്ടേജിലും വരുന്ന പമ്പുകളുടെ പ്രഷർ കൂടുതലാണ്. പ്രഷർ കൂടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് മീനുകൾക്കും ബുദ്ധിമുട്ടാണ്, ചെടികൾക്കും ബുദ്ധിമുട്ടാണ്. അക്വേറിയത്തിൻ്റെ കാര്യമാണ് പറയുന്നത്. ഇനിയിപ്പോൾ വേറെ ഫിഷ് ടാങ്കുകളിലാണ് എന്നുണ്ടെങ്കിൽ, അതായത് അക്വേറിയം അല്ലാതെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഔട്ട്ഡോർ ടാങ്കുകൾ അല്ലെങ്കിൽ ക്രേറ്റുകൾ അല്ലെങ്കിൽ ടബ്ബുകൾ ഇത്തരം സംഭവങ്ങളിലാണെങ്കിൽ പോലും ചെറിയ സ്പേസിലാണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് മീനുകൾക്ക് സ്ട്രെസ് ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ്. എപ്പോഴും അവിടെയാണെങ്കിലും സ്പേസ് വേണം. ടാങ്കിൻ്റെ സ്പേസ് അനുസരിച്ച് തന്നെയാണ് നമ്മൾ സബ്മേഴ്സിബിൾ പമ്പുകൾ ചൂസ് ചെയ്യേണ്ടത്. ഇത്തരം പമ്പുകളിൽ ഏറ്റവും ചെറിയൊരു കുഞ്ഞൻ പമ്പാണ് ഈ ഒരു 5 വാട്ടിൻ്റെ പമ്പ്. ഇതിൻ്റെ പെർഫോമൻസിൽ ഞാൻ 100% സാറ്റിസ്ഫൈഡ് ആണ്. ഞാൻ 100% ഇത് റെക്കമെൻഡ് ചെയ്യുന്നുണ്ട്. മിനിമം ഒരു 2 അടി നീളവും 1 അടി വീതിയും 1.5 അടി ഹൈറ്റുമുള്ള ഒരു ടാങ്കാണ് നിങ്ങളുടെ കയ്യിലുള്ളതെന്നുണ്ടെങ്കിൽ 100% ആ ഒരു ടാങ്കിന് ഈ ഒരു പമ്പ് സ്യൂട്ടബിൾ ആണ്. നമ്മൾ ഈ പറഞ്ഞ സൈസിനേക്കാളും കുറച്ച് കൂടിയാലോ കുറച്ച് കുറഞ്ഞാലോ കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഒരിക്കലും തീരെ കുറയാനോ വല്ലാതെ കൂടാനോ പാടില്ല. ഈ ഒരു പമ്പിൻ്റെ പ്രൈസ് വരുന്നത് 220 രൂപയാണ്. ഈ ഒരു പ്രൈസിനാണ് ഞാനിത് വാങ്ങിയത്. ഇത് ഞാൻ വാങ്ങിയത് നമ്മുടെ തൃശ്ശൂരുള്ള അക്രാസ് അക്വേറിയം ഷോപ്പിൽ നിന്നാണ്. നിങ്ങളുടെ ലൊക്കേഷൻ തൃശ്ശൂരാണ് എന്നുണ്ടെങ്കിൽ ഈ ഷോപ്പ് വിസിറ്റ് ചെയ്താൽ നിങ്ങൾക്ക് ഈ ഒരു പമ്പ് വാങ്ങിക്കാവുന്നതാണ്. ഇവർക്ക് കൊറിയർ സർവീസ് ഉണ്ടായിരിക്കുന്നതല്ല, ഷോപ്പിൽ നമ്മൾ നേരിട്ട് ചെന്ന് തന്നെ വാങ്ങണം. നിങ്ങളുടെ ലൊക്കേഷൻ ദൂരത്താണ് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അടുത്തുള്ള അക്വേറിയം ഷോപ്പുകളിൽ ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. ഇത്തരത്തിലുള്ള സബ്മേഴ്സിബിൾ പമ്പുകൾ ഒരുമാതിരിപ്പെട്ട എല്ലാ അക്വേറിയം ഷോപ്പുകളിലും അവൈലബിൾ ആണ്. ഇനി ആമസോൺ, ഫ്ലിപ്കാർട്ട് ലിങ്കുകൾ വേണമെന്നുള്ളവർ കമൻറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് ചോദിക്കാവുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത്. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നമ്മുടെ വീഡിയോസ് മീനുകളെ ഇഷ്ടപ്പെടുന്നവർക്കായിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.